ഞാൻ IIT മദ്രാസിൽ പഠിക്കുന്ന സമയം ഒരു ദിവസം നമ്മൾ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസം ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങാനായി നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് പ്രൊഫസേഴ്സ് അവിടേക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ഹോസ്റ്റലിലോട്ട് ഓടി വരുന്നുണ്ട് കുറേ ആളുകൾ. അപ്പോൾ അവിടെ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന എന്നോട് അവർ ചോദിച്ചു, ഇന്ന റൂം നമ്പർ, ഒരു സ്പെസിഫിക് റൂം നമ്പർ പറഞ്ഞിട്ട് ഇന്ന റൂം നമ്പർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന ഫ്ലോറിൽ ഇന്ന സ്ഥലത്താണുള്ളത്, വലിയ ഹോസ്റ്റലാണ്, 100 കണക്കിന് റൂമുകളുണ്ട്, എന്നാൽ അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ വലിയൊരു ഹറിയിലാണ്, എന്താ കാര്യം എന്നൊന്നും അവർ പറയുന്നില്ല, അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഒരു മൂഡിലല്ല അവരുള്ളത്. ഞാൻ എന്തായാലും ഉടനെ ഓടി അവരുടെ കൂടെ ഞാൻ പോയി ആ റൂം കാണിച്ചു കൊടുത്തു. റൂം അവർ നോക്ക് ചെയ്തു, റൂം തുറക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ചവിട്ടി പൊളിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷെ ഞാൻ എന്തായാലും ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്ന് റൂം വാതിൽ തല്ലിപ്പൊളിച്ച് ഉള്ളിലോട്ട് കടന്നപ്പോൾ നമ്മൾ നിരന്തരം സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ, ഞങ്ങളുടെ ജസ്റ്റ് സീനിയറായിട്ടുള്ള ഒരാൾ അവിടെ ഇന്നവേ തളർന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് കാര്യം മനസ്സിലായില്ല. പിന്നെ ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ഒരു സ്ട്രിപ്പ് ഓഫ് ടാബ്ലറ്റ്സ്, ആ ടാബ്ലറ്റ്സ് ഫുള്ള് അവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടാബ്ലറ്റ്സ് ഫുള്ള് അടിച്ച് കയറ്റി ഹി ഹാസ് ഡൺ എ സൂയിസൈഡ് അറ്റംപ്റ്റ്, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ഒരു സമയത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവനെ ഉടനെ പിടിച്ച്, അത്യാവശ്യം വെയിറ്റുള്ള ഒരാളാണ്, ഞങ്ങളെല്ലാവരും കൂടി പിടിച്ച് താഴോട്ട് വന്നപ്പോഴേക്ക് ആംബുലൻസ് വന്ന് അവനെ കൊണ്ടുപോയി. ആൻഡ് ഹീസ് ഫൈൻ നൗ, ഐ തിങ്ക്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പുള്ളിയുടെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ്, ഒരുപാട് എഴുതുന്ന ആളാണ്, അങ്ങനത്തെ എഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെന്നും കാണുന്ന ഒരാളാണ്. ആ കാണുന്ന ഒരാൾ വളരെ ക്രിയേറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു റിയലൈസേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില ഇൻസിഡൻസ്, ഒന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വളരെയധികം ഡ്രീമോട് കൂടിയിട്ട് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് അക്കൗണ്ടിങ് ആൻഡ് കൺസൾട്ടൻസി കമ്പനിയിൽ ജോലി നേടി ഷീ അൺഫോർച്ചുനേറ്റ്ലി പാസ്ഡ് അവേ, റൈറ്റ്. അവരുടെ അമ്മ ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ മേധാവിക്ക് എഴുതിയ കത്ത് വളരെയധികം വൈറലായിട്ടുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, മേ ബി അത്രയൊന്നും അറിയപ്പെടാതെ പോയത്, 2017 നീറ്റ് UG എക്സാമിലെ ടോപ്പറായിരുന്ന നവദീപ് സിംഗ്. ഹി വാസ് ആക്ച്വലി ഡൂയിങ് ഹിസ് PG ഇൻ റേഡിയോ ഡയഗ്നോസിസ് ഇൻ MM കോളേജ്, മൗലാന ആസാദ് മെഡിക്കൽ കോളേജിൽ ഡൽഹിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീറ്റ് UGയിൽ 1ാം റാങ്ക് വാങ്ങിയ ആളാണ്. ഹി എൻഡഡ് ഹിസ് ലൈഫ്. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, IIT-കളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ കൂടുന്നത്, അല്ലെങ്കിൽ IIT-കളിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ആത്മഹത്യ കൂടുതലല്ലേ എന്നുള്ളത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷന് 2 തരത്തിലുള്ള പരിഹാരങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തെ പരിഹാരം എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടോക്സിക് വർക്ക് കൾച്ചർ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില ആളുകൾ ഈ EY ബന്ധപ്പെട്ട കേസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പല പ്രൈവറ്റ് കമ്പനീസിലും ഒരു ടോക്സിക് വർക്ക് കൾച്ചർ, ഒരു ഓവർ പ്രഷർ, ഏത് വീക്കെൻഡ്സിലും വർക്ക് ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള, ഒരു മനുഷ്യനൊരു പേഴ്സണൽ സ്പേസ് പോലും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ടോക്സിക് വർക്ക് കൾച്ചർ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിച്ച് മേ ബി ദ കേസ് ഇൻ മെനി ഓഫ് ദ പ്രൈവറ്റ് കമ്പനീസ്. എന്നാൽ അത് പ്രൈവറ്റ് കമ്പനീസിൽ വരുമ്പോൾ മാത്രമല്ല, ഞാൻ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഇപ്പോൾ നവദീപിൻ്റെ സൂയിസൈഡ്, അതിനൊരു നോട്ടൊന്നും ഹി ഡസൻ ലീവ് എനിത്തിങ്, ബട്ട് അവിടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു PGസിൻ്റെ മെഡിക്കൽ റെസിഡൻസിൻ്റെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. മെഡിക്കൽ റെസിഡൻസിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ഇതിനേക്കാളും വളരെ മോശമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങളാണ്, ടോക്സിക് വർക്ക് കൾച്ചറിൻ്റെ, ടോക്സിക് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും വർക്ക് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഈസി. അതത്ര ഈസി ആയ ടാസ്ക് അല്ല, ബട്ട് ഡെഫിനറ്റ്ലി വി ഷുഡ് റേസ് അവർ വോയിസ് അഗെയിൻസ്റ്റ് ദാറ്റ്. പക്ഷെ അവിടെ നമുക്ക് ചില പരിമിതികളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ വളർന്നു വരുന്ന ഒരു ജനറേഷനെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, ശീലിപ്പിക്കുക, അതിനുവേണ്ടി അവരെ റെഡിയാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് ആയിരിക്കും കാണുന്നുണ്ടാവുക, ആ പാരൻസിൻ്റെ മക്കളിൽ വലിയ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ടാവും. ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ ഒരു ഭ്രാന്തായിട്ട്, അല്ലെങ്കിൽ എന്തോ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടാണ് പലപ്പോഴും വ്യാഖ്യാനിക്കുക. അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരുപാട് ഇഷ്യൂസ് പല ആളുകളെയും സംബന്ധിച്ച് അവരുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ
കുട്ടികൾ ചിലപ്പോൾ സ്കൂളിൽ ലീവ് എടുക്കും അല്ലേ, എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് പനിയാണ് അതുകൊണ്ട് ഞാൻ ലീവാണെന്ന് പറയും. ഏതെങ്കിലും ഒരു കുട്ടി എനിക്കൊന്ന് മെൻ്റലി ഐ എം നോട്ട് വെൽ, എനിക്കത്ര സുഖകരമായി തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ലീവാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇത് കേൾക്കുന്നൊരു ടീച്ചറാണെങ്കിൽ പാരൻ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കുട്ടി നിങ്ങളോട് പറയുകയാണ് എനിക്കൊന്ന് മെൻ്റലി സുഖമില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? നമ്മൾ ചിലപ്പോൾ അവനെ ചീത്ത വിളിക്കും അല്ലേ, നമ്മൾ അവന് പറയുന്നത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത് പറയാത്തത്. ബിക്കോസ് ദർ ഇസ് എ സ്റ്റിഗ്മ അറ്റാച്ച് ടു ദാറ്റ് അല്ലേ. ഇത് കൈയൊടിഞ്ഞാൽ അത് ടാൻജിബിളി വിസിബിൾ ആവുന്ന പോലെ, പനിയുണ്ടെങ്കിൽ തൊട്ട് നോക്കിയാൽ അറിയുന്നത് പോലെ പല ആൾക്കാർക്കും അറിയുന്നൊരു സംഭവം അല്ല ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളത്. എന്ന് മാത്രമല്ല പലപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ഒരു ഈക്വൽ ടു സാഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുക. ഒരാൾക്ക് മെൻ്റലി അയാൾ സുഖമില്ല എന്ന് പറയാൻ എന്താ വയ്ക്കുക, ഹീസ് ഡൗൺ, എന്താ പറയുക, ഹീസ് സാഡ്, അവനെന്തോ ദുഃഖമുണ്ട്. പക്ഷെ അതിനപ്പുറം അത് അവൻ്റെ ആക്ഷൻസിനെ, അതവൻ്റെ തോട്ട്സിനെ, അതവൻ്റെ ഓരോ വിഷയങ്ങളിലെ റെസ്പോൺസസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല, മനസ്സിലാവാതെ പോകുന്നു. ഈ ഒരു ഇൻടാഞ്ചിബിലിറ്റി എന്നുള്ളത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ തന്നെയാണ്, വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പാരൻസും കുട്ടികളും ഇതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാനുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളത് എസ്പെഷ്യലി ഞാനതൊരു കിഡ്സിൻ്റെ കോണ്ടെക്സ്റ്റിലോട്ട് പറയുമ്പോൾ ഒരുപാട് ഒരു വർക്കിലോട്ടൊക്കെ പോകുമ്പോൾ വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായേക്കാം. കുട്ടികളുടെ ഒരു ലെവലിലോട്ട് വരുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ മതിയാവും കുട്ടികൾ സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ എന്നുള്ളതാണ്. അത് പലപ്പോഴും കുട്ടികൾ പറയില്ല. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും രീതിയിൽ സ്കൂളിലൊരു ബുള്ളിങ്ങിന് വിധേയമാകുന്നുണ്ടാവും. പല നല്ല പഠിക്കുന്ന കുട്ടികളും ബുള്ളിങ്ങിന് വിധേയമാവാറുണ്ട്. അത് ഒരിക്കലും അവരുടെ ഫ്രണ്ട്സ് അവരെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നല്ല, പക്ഷേ അവർ ഇൻ എ വേ ഓർ അതർ വേ അവർ ബുള്ളിങ്ങിന് വിധേയരാവാറുണ്ട്. നിങ്ങൾക്ക് അത്തരം അനുഭവം കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് അതർ പീപ്പിൾ ആർ അവെയർ അബൌട്ട് ദാറ്റ് ആൻഡ് ദേ ക്യാൻ ആൾസോ സ്പീക്ക് ഔട്ട്. ഈ തുറന്നു പറച്ചിലുകളും ഷെയറിങ്ങുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ബുള്ളിങ്, ഇനി അതൊന്നുമല്ല, അക്കാഡമിക് സ്ട്രെസ് ആവാം, പരീക്ഷ അടുത്ത് വരുന്നു, പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്ട്രെസ് ആവാം, മറ്റുള്ളവർ പഠിക്കുന്നു ഞാൻ പഠിക്കുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ട് സ്ട്രെസ്സ് ഉണ്ടാവുന്ന പല ആൾക്കാരുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഡേ സ്കോളറായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് അവരിങ്ങനെ പറയുകയാണ് ഞങ്ങളിന്ന് 2 മണി വരെ പഠിച്ചു, 12 മണി വരെ ഹോസ്റ്റലിൽ ഇത്ര സമയം നിന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ അത്രയൊന്നും പഠിക്കുന്നില്ലല്ലോ, ഞാൻ മോശക്കാരനാണ്, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതിലേക്ക് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതാരോട് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്ത പോലെ ആവില്ല ഇതേ ചിന്തയുള്ള മറ്റൊരാൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി അതൊന്നും അല്ലാതെ ചിലപ്പോൾ ഒരു ബ്യൂട്ടി കോൺഷ്യസ്നെസ്സിൻ്റെ ഇഷ്യൂ ആവും. ചിലപ്പോൾ മുഖത്തൊരു കുരു വന്നത് കുട്ടികൾ കളിയാക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ മുഖത്തൊരു കുരു വരുമ്പോൾ എന്താ പറയുക, അത് എന്നെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ചിന്ത വരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാം. നീ ഒന്ന് കറുത്തുപോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയി മാറാൻ സാധ്യതയുണ്ട്. നീ ഒന്ന് മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ, നീ ഒന്ന് തടിച്ചു പോയി എന്ന് പറഞ്ഞാൽ, നിൻ്റെ നിറം അല്പം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ചേക്കില്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരില്ലേ? ഇതൊക്കെ ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് ഒക്കെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടൊക്കെ കാണാം, അതെന്തോ ഒരു ചെറിയ ദുഃഖമാണ് എന്നുള്ള നിലയ്ക്ക് കാണാം. പക്ഷേ ആക്ച്വലി പല കുട്ടികളും ഇത് തുറന്ന് പറയില്ല, ഇത് അവരെ മെൻ്റലി നല്ലോണം എഫക്റ്റ് ചെയ്യും. അത് ബൾജ് ചെയ്ത് വന്ന് ഈവൻ ചിലപ്പോൾ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിൽ വരെ എത്തുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇത് കേൾക്കുന്ന കുട്ടികളും അതോടൊപ്പം പാരൻസും കുട്ടികളുമായി ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ വെൽ അവെയർ ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. എസ്പെഷ്യലി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അക്കാഡമിക് ലൈഫിൽ അവർക്കൊരു പ്രഷറുണ്ട്. ആ പ്രഷർ നമ്മൾ നിരന്തരം അവരുടെ മേലെ കൊടുക്കുന്നുണ്ട്. നീ പഠിച്ചിട്ടുണ്ടോ, നീ എക്സാമിന് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ. പല റീസൺസ് ഉണ്ടാവാം, പഠിക്കാത്ത ഉഴപ്പിയതൊക്കെ റീസൺ ആയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ആ ചോദ്യങ്ങൾ അവരുടെ മേലുണ്ട്. എന്നാൽ സ്റ്റുഡൻസിന് അക്കാഡമിക് ലൈഫിന് അപ്പുറം വേറെയും ലൈഫുണ്ട്. അവർ എസ്പെഷ്യലി ഒരു ടീനേജുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്തെങ്കിലും അഫയേഴ്സിലോട്ട് എത്തിപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. ലഹരിയുമായിട്ടുള്ള ഒരു എക്സ്പോഷർ വന്നു തുടങ്ങുന്ന ഒരു സമയം സ്കൂളിലോ മറ്റോ ഒക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ ഇന്നവേ അവർക്ക് ബാഡാണെന്ന് അവരെ അറിയാമെങ്കിലും അറിയാതെ എത്തിപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇതൊന്നും കൂടാതെ അവരുടെ ഒരു അക്കാഡമിക് ലൈഫിനപ്പുറമുള്ള കാര്യങ്ങൾ ആളുകളെ സ്ട്രെസ്ഡ് ആക്കി മാറ്റുന്നുണ്ടാവാം. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് എന്താ, നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ലൈക്ക് വി തിങ്ക് ദേ ആർ കൂൾ,
റൈറ്റ്? നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന വളരെ കൂളായി അവർക്കൊരു പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നും. മേ ബി ദേ ആർ റിച്ച്, ആ റിച്ചായുള്ള ആൾക്കാർ നമുക്കുള്ള പല പ്രശ്നങ്ങളും അവർക്കില്ല എന്ന് തോന്നും. മേ ബി അവർ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നും ദേ ആർ ഗുഡ് എന്ന് തോന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കൺസേൺസ് അവർക്ക് മെൻ്റലി ഉണ്ട്, അവരുടെ മനസ്സുകളിലുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാത്തതുപോലെ അവരുടെ പ്രശ്നങ്ങളും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചില ക്ലീഷേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പലപ്പോഴും പറയാം. എന്താണ്, നീ എന്തായിരിക്കണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാം റിലേറ്റഡ് സ്ട്രെസ്സാണ് എന്നുണ്ടെങ്കിൽ എക്സാംസ് ആർ നോട്ട് എവറിത്തിങ്, അല്ലെങ്കിൽ ലൈഫ് വോണ്ട് എൻഡ് വിത്ത് എക്സാംസ് ഒക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു മോട്ടിവേഷൻ കൊണ്ട് മാത്രം മാറുന്നതല്ല ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകാറുണ്ട്. എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് മാത്രം പലപ്പോഴും പല ഇഷ്യൂസും സോൾവ് ആവില്ല. മോട്ടിവേഷൻ കൊണ്ട് സോൾവ് ആവുന്നുണ്ടാവും, സോൾവ് ആവത്തും ഉണ്ടാവും. ഇവിടെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ആർ നോട്ട് എലോൺ എന്നുള്ളത്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ഈസ് ഓഫൺ ലൈക്ക് വെദർ എന്ന് പറയാറുണ്ട്, റൈറ്റ്? ചില ദിവസങ്ങളിൽ മഴ പെയ്യും, ചില ദിവസങ്ങളിൽ നല്ല വെയിലായിരിക്കും, ചില ദിവസങ്ങളിൽ പ്ലസൻ്റ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഇടിവെട്ടി മഴ പെയ്യും. പക്ഷേ ഇത് നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. ഇത് നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മെൻ്റലി എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മളെ കൺട്രോളുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, അത് ആ വെതറിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മഴ പെയ്തോട്ടെ, കുട ചൂടാൻ നമുക്ക് പഠിക്കാൻ സാധിക്കും, അല്ലേ? വെയിലുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷെയറിങ് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ പാരൻസിനോട്, നമ്മുടെ ടീച്ചേഴ്സിനോട് ചില കാര്യങ്ങളെങ്കിലും തുറന്നു പറയാൻ തയ്യാറായാൽ നമ്മുടെ മനസ്സിലെ വലിയ ഭാരം ഒഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളത് നമ്മളിലേക്ക് ഒതുക്കി വെക്കുമ്പോഴാണ് നമുക്ക് വലിയ ഭാരമായിട്ട് അത് ഫീൽ ചെയ്യുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ജേണിയിൽ നമ്മൾ എലോൺ അല്ല എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഒറ്റക്കല്ല. നമ്മുടെ ജേണി എന്താവട്ടെ, നിങ്ങളൊരു മേ ബി എൻട്രൻസിന് പഠിക്കുന്ന ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളാവാം, നിങ്ങൾ ചിലപ്പോൾ വീട്ടിലെ ഫാമിലി പ്രോബ്ലംസിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാവാം. അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാം. ഈ ഏതൊരു ജേണിയിലും നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ളൊരു ചിന്ത വേണം. ഒരാൾക്ക് ഒറ്റക്കൊന്നും അച്ചീവ് ചെയ്യാനില്ല ഈ വേൾഡിൽ. അങ്ങനെ അച്ചീവ് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സിന് എന്തുണ്ടാവുന്നത്, ഒരു വില ഉണ്ടാവുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലംസ് ആക്ച്വലി ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയണം. അതോടൊപ്പം അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അപ്പുറത്തിരിക്കുന്നൊരു കുട്ടി അവൻ ഒരു ടെൻസ്ഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർ യു ഓക്കെ എന്നുള്ളൊരു ചോദ്യം നമ്മളിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറണം. നമ്മൾ മറ്റുള്ളവർ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്മളും ഓക്കെ ആയിട്ട് മാറും. മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അവരോടും പറയാൻ തുടങ്ങും. അങ്ങനെ ഷെയറിങ്ങിൻ്റേതായിട്ടൊരു ലോകത്ത് അവിടെ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാ കാര്യവും ചിലപ്പോൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തത് കൊണ്ട് മാത്രം തീർന്നോണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടി വരും, അല്ലേ? ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സ്കെയർഡ്, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ഡൗൺ. നമ്മൾ അത് അക്നോളജ് ചെയ്യണം. അതോടൊപ്പം നമ്മൾ സീക്ക് സപ്പോർട്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് നേടേണ്ടി വരും. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. നമ്മൾ ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് നേടേണ്ടി വരും. നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനോട് തുറന്ന് പറയേണ്ടി വരും, നമ്മുടെ പാരൻസിനോട് തുറന്ന് പറയേണ്ടി വരും. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടടുത്ത് സീക്ക് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഈസ്, ആർക്കും വരാവുന്ന കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ IIT ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ 5th ഇയറിൽ ഒരാളുണ്ടായിരുന്നു, നിതിൻ കുമാർ റെഡ്ഡി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളെല്ലാവരും വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് സ്വാമി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സ്വാമി എന്ന് പറയുന്നൊരു വ്യക്തി ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ജൂബിലൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളായിരുന്നു. നമ്മുടെ കൂടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വരും, വേണ്ട അഡ്വൈസസൊക്കെ കുറേ നൽകും. ഏത് കാര്യത്തിനും, ഹോസ്റ്റലിലെ ഏത് കാര്യത്തിനും പുള്ളി മുമ്പിലുണ്ടാവും. അങ്ങനെയുള്ള ഒരാളായിരുന്നു. ആൻഡ് ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ട്രെയിൻ കയറി നാട്ടിലോട്ട് വരുന്ന, എക്സാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ഒരു മെസ്സേജ് കണ്ടത്, ഹീസ് നോ മോർ. ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്, വളരെ ഷോക്ക്ഡായിപ്പോയി എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഹി എൻഡഡ് ഹിസ് ലൈഫ്. ഇത്രയും ഹാപ്പി ആയിട്ടുള്ള, നമ്മളൊരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യാത്ത ഒരാൾ ഹി വെൻറ്റ് ഓൺ സൂയിസൈഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് ഇയർ പ്രൊജക്റ്റ് ഒരു 6 months എക്സ്റ്റെൻഡ് ചെയ്തു.
അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ജോലി പോകുമോ എന്നുള്ള ആശങ്കയാണ് എന്നുള്ളതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. നോക്കുമ്പോൾ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്, ISROയിൽ എഞ്ചിനീയറാണ്, നല്ലൊരു സീനിയർ പൊസിഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ ഉള്ളത്. ഈ പറഞ്ഞ പോലെ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ചിലപ്പോൾ ഒരു മൊമെൻറ്റ് മതിയാവും എന്ത് ചെയ്യാൻ, നമ്മുടെ ലൈഫ്, പല ആളുകളും ലൈഫ് എൻഡ് ചെയ്യാനും മറ്റൊക്കെ. പക്ഷേ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നിരന്തരം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം, ആർദേ ഓക്കെ എന്നുള്ളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എസ്പെഷ്യലി എനിക്കിതൊരു എൻട്രൻസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാരൻസിനോടൊക്കെ പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് പാരൻസ് കുട്ടികളോട് ചോദിക്കണം, ആർ യു ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ? ലൈക്ക് പഠനമൊക്കെ ബാക്കി, നിനക്ക് മാർക്കുണ്ടോ മാർക്കില്ല എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം. ബട്ട് ആർ യു ഓക്കെ ടുഡേ, ഇന്ന് നീ ഓക്കെ ആണോ? നിനക്ക് നമ്മളെ ഫ്രണ്ട്സിനോട് അടുത്തെടുക്കുന്ന ഫ്രണ്ട്സിനോട് ചോദിക്കണം, ആർ യു ഓക്കെ ടുഡേ, ഇന്ന് നീ ഓക്കെ ആണോ എന്നുള്ളത്. ഈ ചോദ്യമായിരിക്കും പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്കൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് നൽകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ദിസ് ഇസ് എ വാസ്റ്റ് ടോപ്പിക്. അപ്പോൾ അതിൽ നമ്മൾ ലൈഫിൽ ഹേർഡിൽസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതോടൊപ്പം നമ്മൾ ആളുകളോട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു നല്ലൊരു ഷെയറിങ്ങിൻ്റെ സ്പേസ്, നമ്മൾ ചിലപ്പോൾ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മൾ മാത്രമല്ല. ആ ഒരു ഷെയറിങ്ങിൻ്റെ സ്പേസ് ഇതിൻ്റെ ഒരു കമൻസിൽ നമുക്ക് തീർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.